ഹലോ, ഇന്നൊരു ഫ്രിഡ്ജ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. പോരാത്തതിന് സൺഡേയും കൂടിയാണ്. അപ്പോൾ വീട്ടിലാളുണ്ട്, അല്ലാതെ ഇവളെ വെച്ച് ഒറ്റയ്ക്ക് എളുപ്പമല്ല. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. അപ്പോൾ അതെന്തായാലും അവിടെ നടക്കട്ടെ. അപ്പം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ആഴ്ചയായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട്. കാരണം ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ വീട്ടിലങ്ങനെ ഇരിക്കില്ല, രാവിലെ പോകണു വരുന്നു അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ ഓരോന്ന് തുടങ്ങാം. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആ റാക്കൊക്കെ എടുത്തിട്ട് തന്നെ നല്ലോണം പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പച്ചക്കറികൾ ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ സബോളയും അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെയോ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ ഫില്ല് ചെയ്തു. ഇനി സൈഡിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിനി എടുത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ കുറേ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെക്കണ ഈ 3 ബോക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. 3 6 സെറ്റാണത്. അതെന്തായാലും നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ കാലത്തൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ വേഗം ഓരോന്നൊക്കെ എടുക്കാനായിട്ട് പറ്റും. തക്കാളിയും ഇതൊക്കെ താഴത്തെ ഷെൽഫിൽ നിന്ന് എടുക്കണേലും ഭേദമായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചമുളക് ഇഞ്ചിയൊക്കെ വേഗം എടുത്തിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഫ്രീസർ വൃത്തിയാക്കാം. ഫ്രീസറിൽ പിന്നെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ചോക്ലേറ്റ്സും അതുപോലെ പാലും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീസറിൽ അധികം പിന്നെ വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നില്ല, താഴെ തന്നെയായിരുന്നു കൂടുതലും. അപ്പോൾ ഫ്രീസർ വേഗം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞ് താഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഇത് ഇന്ന് കാലത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതും കൂടി അതിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഏകദേശം ഫ്രിഡ്ജ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫ്രിഡ്ജ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷമാണ്. എന്തായാലും ഇനി നാളെ കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം വൃത്തിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.